അപ്പം ഫൈനലി ഗൈസ് നമ്മളെ ഗെയിമിലേക്ക് ഇനി പോലീസ് ബൈക്കും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. പിന്നെ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ നമ്മളെ ഹെലികോപ്റ്ററിൽ ആർമി ഹെലികോപ്റ്ററിൽ ന്യൂ ഫീച്ചറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ന്യൂ മോസ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മളെ ഗെയിമിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനെ കുറച്ച് ലിങ്കും പിന്നെ നമ്മളെ ഗെയിമിലേക്ക് സ്റ്റാറ്റസ് കയറാക്കാറിൽ ന്യൂ ഫീച്ചറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. എല്ലാവരും മാക്സിമം എൻ്റെ വീഡിയോ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഗൈസ് നിങ്ങൾ എന്തായാലും ഈ വീഡിയോയുടെ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. അതിലാണ് ഞാൻ അപ്ഡേറ്റ് എന്ന് വരും അതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. എന്തിനൊക്കെ വരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും മാക്സിമം എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഗൈസ് നമ്മൾ 100 കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ നമ്മളെ ഗെയിമിലേക്ക് പോലീസുകാരും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഗൈസ് നമ്മളെ ഗെയിമിലേക്ക് ഹോണ്ട സേറ ബൈക്കും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഈ ബൈക്കും കാര്യങ്ങളൊക്കെ എപ്പോൾ ആഡ് ആവും അങ്ങനെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ബെല്ലൈക്കണൊക്കെ ഓണാക്കാൻ മറക്കരുത്. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യണ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ ഗൈസ് നമ്മളെ ഗെയിമിലേക്ക് കിടിലം അപ്ഡേറ്റ് വരാൻ നല്ല സാധ്യതയുണ്ട്. ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ന്യൂ അപ്ഡേറ്റിലും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ ആർമി ഹെലികോപ്റ്ററിൻ്റെ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. 1881 ആർമി ഹെലികോപ്റ്ററിൻ്റെ ചീറ്റ് കോഡ്. ഈ വീഡിയോയുടെ ലാസ്റ്റാണ് ഞാൻ എല്ലാം പറയുന്നത്. അപ്പോൾ ഗൈസ് നമ്മളെ ഗെയിമിലേക്ക് അടുത്ത ചീറ്റ് കോഡാണ് 8000 അടിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ ബട്ടർഫ്ലൈ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെയാണ് സ്പോൺ ആവുന്നത്. അപ്പോൾ 8000 കാര്യങ്ങളൊക്കെ അടിച്ച് ബട്ടർഫ്ലൈ ഹെലികോപ്റ്ററൊക്കെ ഞാൻ സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ് ബട്ടർഫ്ലൈ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തതിന് ശേഷം പോലീസ് ഹെലികോപ്റ്റർ സ്പോൺ ചെയ്യണമെങ്കിൽ 8001 അടിച്ചാൽ നമ്മളെ ഗെയിമിലേക്ക് പോലീസ് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അടുത്ത അതെന്ന് വെച്ചാൽ ഗൈസ് നമ്മളെ ഗെയിമിലേക്ക് ഹെലി കാരിയറും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്യണമെങ്കിൽ 1 2 3 4 5 അടിച്ചാൽ നമ്മളെ ഗെയിമിലേക്ക് ഹെലി കാരിയറും കാര്യങ്ങളൊക്കെ സ്പോൺ ആവും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ ഗൈസ് നമ്മളെ ഗെയിമിലേക്ക് ഹെലി കാരിയറും കാര്യങ്ങളൊക്കെ സ്പോൺ ആയിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മളെ ഗെയിമിലേക്ക് 400 കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ബൈക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സ്പോൺ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഗൈസ് അടുത്ത ചീറ്റ് കോഡെന്ന് വെച്ചാൽ മെക്ലാറിൻ കാറിൻ്റെയാണ്. 4000 അടിച്ചാൽ നമ്മൾ ഗെയിമിലേക്ക് മെക്ലാറിൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോയിൽ തന്നെ ഗൈസ് ഞാൻ ഈ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എന്ന് വരും എന്താണെന്നൊക്കെ വരുമെന്ന് ഞാൻ ഇന്ന് എന്തായാലും പറയുന്നതായിരിക്കും ഈ വീഡിയോയിൽ. പിന്നെ ഗൈസ് 999 അടിച്ചാൽ നമ്മൾ ഗെയിമിലേക്ക് ബുള്ളറ്റ് വരുന്നതായിരിക്കും. പിന്നെ ഗൈസ് നമ്മൾ ഗെയിമിലേക്ക് 888 കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ യമഹയുടെ ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ന്യൂ അപ്ഡേറ്റിലേക്ക് പോവാം. ന്യൂ അപ്ഡേറ്റിൽ ആഡ് ആകാൻ പോണതാണ് നമ്മളെ പോലീസ് ബൈക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഗൈസ് നെക്സ്റ്റ് ഫീച്ചർ ആർമി ഹെലികോപ്റ്റർ വെച്ച് കാറും കാര്യങ്ങളൊക്കെ പൊക്കണ ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെ ആഡ് ആവും. പിന്നെ ഗൈസ് മോസ്റ്ററും കാര്യങ്ങളൊക്കെ ആഡ് ആവും പ്ലഗിങ് ആപ്പ് വഴി. പിന്നെ ഗൈസ് ടാറ്റ സേറ കാറിലും ന്യൂ ഫീച്ചറും കാര്യങ്ങളൊക്കെ ആഡ് ആവും. ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റിൻ്റെ എന്ന് വരും എന്നൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ അടുത്ത അപ്ഡേറ്റിലാണ് നമ്മൾ ടാറ്റ നാനോ കാറൊക്കെ ആഡ് ആവാൻ പോകുന്നത്. ഇതൊക്കെ എന്ന് ആഡ് ആവും എന്നൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഗൈസ് ഹോണ്ട സേറ ഇതൊക്കെ എന്നാവുമെന്ന് ഞാൻ പറയുന്നതായിരിക്കും ഈ ബൈക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഗൈസ് നമ്മുടെ ടാറ്റ നാനോ കാറിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് റിയൽ കാർ പോലെയൊക്കെ തന്നെ സൂപ്പറാണ്, എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ ഗൈസ് ഇത്രയും അപ്ഡേറ്റാണ് നമ്മൾ ഗെയിമിലേക്ക് വരാൻ പോണത്. ന്യൂ ക്യാരക്ടറും ഒക്കെ ആഡ് ആവും. നമ്മളെ ഗെയിമിലേക്ക് അടുത്ത അപ്ഡേറ്റ് വരുന്നത് ചിലപ്പോൾ മെയ് 2 ആയിരിക്കും. പിന്നെ ഗൈസ് നമ്മളെ ഗെയിമിലേക്ക് ന്യൂ ടണലും കാര്യങ്ങളൊക്കെ ആഡ് ആവും. പിന്നെ ഗൈസ് നമ്മളെ ഗെയിമിലേക്ക് ന്യൂ ട്രക്കും കൂടി ആഡ് ആവുന്നതായിരിക്കും. പിന്നെ ഗൈസ് ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ.